ഹലോ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ടെക് ലോകത്ത് ഒരുപക്ഷെ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു പുതിയ അവസരത്തെക്കുറിച്ചാണ്. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ വീട്ടിലിരുന്നു തന്നെ നിങ്ങൾക്കും ഇതിൽ പങ്കാളിയാകാമെന്നതാണ്. അപ്പോ നമുക്ക് ഈയൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? നിങ്ങളുടെ കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് രാജ്യത്തിന്റെ ഡിജിറ്റൽ ഭാവിയുടെ ഭാഗമാകാൻ ഒരവസരം കിട്ടിയാൽ എങ്ങനെയുണ്ടാകും? ശരിക്കും ഇത് സാധ്യമാണോ? അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എന്താണ് ഈ സംരംഭത്തെ ഇത്ര സ്പെഷ്യലാക്കുന്നത്, അല്ലേ? ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ ഇത് ഇന്ത്യയിലെ ഇങ്ങനെയൊന്ന് ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. ഇതിലെ ഏറ്റവും നിർണായകമായ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. ഇന്ത്യയിലെ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം ഒരു പബ്ലിക് ലെയർ 1 ബ്ലോക്ക് ചെയിനിന് ഗവൺമെന്റ് പെർമിഷൻ കിട്ടുന്നത്. സിമ്പിളായി പറഞ്ഞാൽ എന്താണെന്നറിയോ? ആർക്കും വന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിസ്ഥാന ഡിജിറ്റൽ നെറ്റ്വർക്കിന് ഒരു ഒഫീഷ്യൽ അംഗീകാരം കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് ഈ പ്രോജക്റ്റിന് കൊടുക്കുന്നൊരു വിശ്വാസ്യതയും പ്രാധാന്യവും അത് വേറെ ലെവലാണ്. ഇനി ഈ പ്രോജക്റ്റിന് കിട്ടുന്ന സ്വീകാര്യത എത്രത്തോളം ഉണ്ടെന്ന് നോക്കിക്കേ. വലിയ പരസ്യമൊന്നും കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഒറ്റ വർഷം കൊണ്ട് 50,000-ൽ കൂടുതൽ ആൾക്കാർ ഇതിന്റെ കോയിൻ വാങ്ങിയിട്ടുണ്ട്. 50,000 പേർ! അതുമാത്രമല്ല കേട്ടോ, ഈ നെറ്റ്വർക്കിന്റെ ഭാഗമാകാൻ ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ട് ഏകദേശം 1.5 ലക്ഷം ആളുകൾ 1.5 ലക്ഷം അവരുടെ ഡിജിറ്റൽ വാലറ്റുകൾ ഇതിനോടകം തന്നെ കണക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഈ കണക്കുകളൊക്കെ ഒന്ന് കൂട്ടി നോക്കിയാൽ 2.25 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ഇപ്പൊ തന്നെ ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമായി മാറി. ഇത് വെറും നമ്പേഴ്സ് അല്ല, ഇവിടെ ശരിക്കും ശക്തമായൊരു കമ്മ്യൂണിറ്റി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ ഒരു വലിയ തെളിവാണ്. ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ വളരെ നിർണായകമാണ്. ഡിസംബർ 20-ന് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ്, അതായത് FIU-ൽ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സർട്ടിഫിക്കേഷൻ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാന്നറിയോ? പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെയായിട്ട് രാജ്യവ്യാപകമായി ഒരു വലിയ ക്യാമ്പയിൻ തന്നെ തുടങ്ങും. അതായത് ഈ പ്രൊജക്ടിന്റെ വളർച്ചയുടെ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്: ഇതിൽ നിങ്ങൾക്ക് എങ്ങനെ പങ്കാളിയാകാം? എന്താണ് ഈ പറയുന്ന ഒരു വാലിഡേറ്റർ റോൾ? സത്യം പറഞ്ഞാൽ ഇതൊരു ജോലി എന്നതിനേക്കാൾ ഉപരി ഒരു സേവനമാണ്. ഇതൊരു ട്രഡീഷണൽ ജോലിയായിട്ട് കാണരുത്, ശരിക്കും നിങ്ങളൊരു സേവനം വാങ്ങുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഒരു സാധനം വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു സർവീസ് ഉപയോഗിക്കുമ്പോഴോ GST കൊടുക്കാറില്ലേ? ഏകദേശം അതുപോലെ ഇവിടെ നിങ്ങൾ ഈ ബ്ലോക്ക് ചെയിൻ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ ആവശ്യമായ ഒരു ഡിജിറ്റൽ സർവീസ് പണം കൊടുത്ത് വാങ്ങുന്നു. അപ്പോൾ നിങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ വാങ്ങുന്നത്? അതാണ് ഈ നോഡ് വാലിഡേഷൻ ID. ഇതൊരു ഡിജിറ്റൽ ഐഡന്റിഫയർ ആണ്. ഇതിന്റെ പണി എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പേഴ്സണൽ വാലറ്റുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യും. എന്നിട്ട് ബ്ലോക്ക് ചെയിനിൽ നടക്കുന്ന ഓരോ ഇടപാടുകളും ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യും. അതാണ് സാധൂകരിക്കുക എന്ന് പറയുന്നത്. ഇതിൽ പങ്കാളിയാകുന്നത് വളരെ സിമ്പിളാണ്. സ്റ്റെപ്പ് 1, നിങ്ങളൊരു നോഡ് വാലിഡേഷൻ ID വാങ്ങുന്നു. സ്റ്റെപ്പ് 2, അത് നിങ്ങളുടെ വാലറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നു. അത്രയുള്ളൂ. അതോടെ ബ്ലോക്ക് ചെയിനിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിനൊക്കെ നിങ്ങളുടെ ID ഓട്ടോമാറ്റിക്കായി വാലിഡേഷൻ കൊടുത്തു തുടങ്ങും. നിങ്ങൾ ഈയൊരു സേവനം ചെയ്യുന്നതിലൂടെ അടുത്ത 20 വർഷത്തേക്ക് ഈ നെറ്റ്വർക്കിന്റെ അടിസ്ഥാന കോയിനായ മദർ കോയിൻ മാർക്കറ്റിലേക്ക് വരാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു വലിയ കാര്യമാണ്. ഇനി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന കാര്യത്തിലേക്ക് വരാം. വീട്ടിലിരുന്നുകൊണ്ട് ഇതിൽ നിന്ന് എങ്ങനെ ഒരു വരുമാനമുണ്ടാക്കാം? ഈ റിവാർഡ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമുക്ക് നോക്കാം. ഇത് വളരെ സിമ്പിളാണ്. നിങ്ങളുടെ നോഡ് ID ഓരോ തവണ ഡേറ്റ വാലിഡേറ്റ് ചെയ്യുമ്പോഴും അതിനുള്ള ഒരു പ്രതിഫലം, അതായത് റിവാർഡ്, ഓട്ടോമാറ്റിക്കായി ജനറേറ്റ് ആവും. ഈ കിട്ടുന്ന റിവാർഡ് കോയിനുകൾ നേരെ നിങ്ങളുടെ IDയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള വാലറ്റിലേക്ക് വരും, ഡയറക്റ്റ്. ഇവിടെ കാണുന്ന ഈ ഒരു വാചകം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സിസ്റ്റം പൂർണ്ണമായും വികേന്ദ്രീകൃതമാണ്, അതായത് ഡീസെൻട്രലൈസ്ഡ് ആണ്. അതിനർത്ഥം എന്താണെന്നറിയോ? ബ്ലോക്ക് ചെയിനിന് നിങ്ങൾ ആരാണെന്നോ നിങ്ങളുടെ പേരെന്താണെന്നോ ഒന്നും അറിയില്ല. അതിനാകെ അറിയാവുന്നത് നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് മാത്രമാണ്. റിവാർഡ് കിട്ടുമ്പോൾ അത് കൃത്യമായി ആ വാലറ്റിലേക്ക് അയച്ചുകൊണ്ടേയിരിക്കും. വേറെ ആർക്കും അതിലൊരു റോളുമില്ല. അതുകൊണ്ട് തന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ വാലറ്റിന്റെ സുരക്ഷയാണ്. നിങ്ങളുടെ വാലറ്റിന് ഒരു 12 വാക്കുകളുള്ള റിക്കവറി ഫ്രേസ് ഉണ്ടാവും. അതാണ് അതിന്റെ മാസ്റ്റർ കീ. ആ 12 വാക്കുകൾ ആരുടെ കയ്യിലാണോ ഉള്ളത്, എല്ലാ റിവാർഡുകളുടെയും ഉടമസ്ഥാവകാശം അവർക്കായിരിക്കും. അതുകൊണ്ട് അത് സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. വേറെ ആർക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല.
ശരി. അപ്പോ ഈ പ്രോജക്റ്റിന്റെ ഭാവി എന്താണ്? ഇതിന്റെ വളർച്ചാ സാധ്യതകൾ എത്രത്തോളമുണ്ട്? നമുക്കതിലേക്ക് ഒന്ന് നോക്കാം. ഈ ചാർട്ട് കണ്ടോ? ഇത് ശരിക്കും ഞെട്ടിക്കുന്നൊരു കണക്കാണ്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ ക്രിപ്റ്റോ കറൻസിയായ എഥീരിയം അവർ തുടങ്ങിയ സമയത്ത് വെറും 10,000 വാലറ്റുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ നമ്മൾ ഈ സംസാരിക്കുന്ന പ്രോജക്റ്റിന് ആദ്യത്തെ വർഷം തന്നെ 1.5 ലക്ഷം കണക്റ്റഡ് വാലറ്റുകളുണ്ട്. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ഇതിന്റെ വളർച്ചാ സാധ്യത എത്ര വലുതാണെന്നാണ്. തുടക്കം തന്നെ ഇത്രയും പവർഫുള്ളാണ്. ഈ പ്രൊജക്ടിന്റെ ഭാവി എന്ന് പറയുന്നത് വെറുമൊരു കോയിനിൽ ഒതുങ്ങുന്ന ഒന്നല്ല. യഥാർത്ഥ ലക്ഷ്യം വളരെ വലുതാണ്. പല പല സെക്ടറുകളിൽ നിന്നുള്ള പ്രൊഡക്ട്സും സർവീസസും ഈ ബ്ലോക്ക് ചെയിനുമായിട്ട് കണക്ട് ചെയ്യുക എന്നതാണ് പ്ലാൻ. അപ്പോൾ എന്ത് സംഭവിക്കും? ഉപയോഗം കൂടുമ്പോൾ സ്വാഭാവികമായും ട്രാൻസാക്ഷൻ ഫീസും കൂടും. അത് നെറ്റ്വർക്കിന്റെ വാല്യൂ കൂട്ടും. ഈ വളർച്ചയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഡിസംബറിൽ പുതിയ വാളറ്റ് വരുന്നുണ്ട്. ജാനുവരിയിൽ സ്വന്തമായ ഒരു എക്സ്ചേഞ്ചും ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യം സ്വയം ചോദിക്കാം. ടെക്നോളജി ഇതുപോലെ ഡീസെൻട്രലൈസ്ഡ് ആകുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ജോലി, വരുമാനം എന്നൊക്കെ പറയുന്ന ആശയങ്ങൾക്ക് എന്ത് മാറ്റമായിരിക്കും വരാൻ പോകുന്നത്? ഒരുപക്ഷേ അതിന്റെയൊക്കെ ഉത്തരം നമ്മൾ ഇന്ന് സംസാരിച്ചതുപോലെയുള്ള പുതിയ അവസരങ്ങളിലായിരിക്കാം, അല്ലേ? ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്?